ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെല്ലാവരും ദൗർബല്യങ്ങളോടെയാണ് ജനിച്ച് വീഴുന്നത്. 4 കാലിൽ നമ്മളുടെ ജീവിതം തുടങ്ങുന്നു. പിന്നെ അത് വളർന്ന് 2 കാലിലേക്കായി, പിന്നീട് അത് തളർന്ന് 4 കാലിലേക്കായി ബലഹീനതയോടുകൂടി നമ്മൾ വിട പറയുന്നല്ലേ. അതാണ് നമ്മളുടെ ഈ ചെറിയൊരു ജീവിതം. അപ്പം നമ്മളുടെ വളർച്ചയിലും തളർച്ചയിലും നമുക്ക് കൈത്താങ്ങായ ഒരുപാട് പേരുണ്ടല്ലേ. അപ്പം നമ്മളെല്ലാവരും തന്നെ പരസ്പരം സഹായിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് ജീവിക്കുന്നതെന്ന് അർത്ഥം. അങ്ങനെ ഞാൻ ബ്രഷ് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ പേസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് തോന്നി. ഞാൻ ഒരു 10-40 വർഷത്തോളം അതിലും കൂടുതലായിട്ടുണ്ട് ഈ ഒരു പേസ്റ്റ് യൂസ് ചെയ്യണം കേട്ടോ, കോൾഗേറ്റ്. അപ്പോൾ ഇതിലൊരു പച്ച കളറിലെ ഒരു കോഡ് കാണുന്നില്ലേ? സോഷ്യൽ മീഡിയയിൽ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് ഈ ഒരു കളർ കോഡിനെ കുറിച്ച് പറയുന്നത്. ഈ പച്ചയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലാണെന്നും, നീലയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലും മെഡിസിനും ചേർന്ന ഒരു പേസ്റ്റാണെന്നും, റെഡ് ആണെന്നുണ്ടെങ്കിൽ നാച്ചുറലും കെമിക്കലും ചേർന്നാണെന്നും, ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ കെമിക്കലും മാത്രമാണെന്നുമാണ് അവർ പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ടൊന്നും അറിയില്ല കേട്ടോ. ഞാനിത് എൻ്റെ പേസ്റ്റ് വന്ന് നോക്കിയത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെത് പച്ചയാണ്, അതായത് നാച്ചുറലാണെന്ന് അർത്ഥം. ഇതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഞാനിത് കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളും നിങ്ങളുടെ പേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഇത് എന്ത് കളറിലാണ് ഈ ഒരു കളർ കോഡ് ഉള്ളതെന്നുള്ളത് ഒന്ന് നോക്കണേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏത്തപ്പഴം മുട്ട പുഴുങ്ങിയത് മാത്രമായിരുന്നേ. കേറാമുത്തേ, കേറാമുത്തപ്പേ, കൊച്ചിനെ ഒന്ന് കേറ്റുവാ. അയ്യോ, ഞാനേ ഷൂസ് എടുത്തിട്ടില്ലല്ലോ. മമ്മി ഷൂസ് എടുത്തിട്ടും വരാം കേട്ടോ. മമ്മി ഷൂസ് എടുത്തിട്ട് ഇപ്പം വരാം. അതിൽ വിട്ടിട്ട് കയറ് അത്തമ്മ, കയറ്. എന്നാ ഡോർ ലോക്ക് ചെയ്ത്. മമ്മി കയറട്ടെ, മമ്മി കയറട്ടെ. കൊതുക് കൊതുക് പോ, കൊതുക് കയറിയേക്കണേ. അപ്പം അങ്ങനെ റൂബിനെയും കൊണ്ട് ഞാൻ ഹോമിയോ മെഡിസിൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോകണേണ് കേട്ടോ. എൻ്റെ അലർജിയുടെ മെഡിസിൻ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോകണേണ്. അത് ആഴ്ചയിൽ ഒരു ദിവസം പോയിട്ട് മേടിക്കണം. ഒരാഴ്ചത്തേക്കേ ഉള്ളതേ തരുള്ളൂ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോകണേണ്. അപ്പോൾ റൂബിനെ കാറിൽ നിന്ന് ഇറക്കൂല കേട്ടോ. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. അതുകൊണ്ട് ഞാൻ മരുന്ന് മേടിക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പപ്പ റൂബിനെ കൊണ്ട് കാറിനകത്ത് തന്നെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ പോയി വന്ന് കഴിഞ്ഞിട്ടാണ് ഫുഡിൻ്റെ കാര്യങ്ങൾ, ലഞ്ചിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നത്. തൊട്ടടുത്ത് തന്നെയാണ്, പെട്ടെന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. റൂബി ഉള്ളതുകൊണ്ട് നമ്മൾ കാറിൽ അങ്ങനെ പോകുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഇടവഴിയൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് തണലിൽ നടന്ന് പോകാനൊക്കെ ആയിട്ട്. മെയിൻ റോഡിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇടവഴിയിൽ കയറിയിട്ട് പോകാം. നല്ല ഷെയ്ഡ് ഉണ്ടാവും ഇടവഴിയിൽ. പിന്നെ റൂബി ഉള്ളതുകൊണ്ട് നമ്മൾ കാർ എടുത്തിട്ട് അങ്ങനെ പോയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചിന് ഞാൻ കൊത്തമരയുടെ ഒരു തോരനും പിന്നെ ഉണക്കച്ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ തൈരിൽ പച്ചമുളക്, ഇഞ്ചിയും ഇത് വേപ്പിലയൊക്കെ കൂടിയിട്ട് ചതച്ച്, ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ചതച്ചിട്ടിട്ട് അതും കൂടി എടുക്കാമെന്നാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ ഇതെല്ലാം കയ്യിൽ ഉള്ളതുകൊണ്ട് വേഗം ചെയ്യാം. അതുകൊണ്ട് പോകുന്നതിന് മുമ്പായിട്ടൊന്നും ഞാൻ ചെയ്തില്ല. സാധാരണ നമ്മൾ റൂബിനെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഇവിടുത്തെ ജോലികളെല്ലാം തീർത്തിട്ടാണ് ഞാൻ പോകുന്നത്. തിരിച്ചു വരാനൊക്കെ ഒരുപാട് ലേറ്റാവും. ഇത് പെട്ടെന്ന് തന്നെ പോയിട്ട് പെട്ടെന്ന് തന്നെ വരാട്ടോ. ഒരു 10 മിനിറ്റിനുള്ളിൽ തിരിച്ചെത്തും നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് ചോറും എല്ലാം കുക്കറിലാക്കിയത്, അരിയെല്ലാം ഇട്ടത്. അതിന് മുന്നേ തന്നെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല.
ഇന്ന് കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും ചെയ്യാതെ എനിക്ക് യൂട്യൂബ് വർക്ക് ഇത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുക്കിംഗ് ഒന്നും ചെയ്യാതെ ഏത്തപ്പഴവും മുട്ട പുഴുങ്ങിയതുമായിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെയുള്ള കാര്യങ്ങളായിരുന്നു കാലത്തെ. കാരണം എനിക്ക് യൂട്യൂബ് വർക്ക് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ പണിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടാണ് എല്ലാം ചെയ്തത് കേട്ടോ. ഇപ്പോഴത്തെ ഞങ്ങളുടെ കറിയുടെ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. സമാധാനമായിട്ട് കഴിക്കാൻ പറ്റിയ സാധനങ്ങൾ ഉണ്ടാക്കണത്. ഇത് നേരത്തെ കുട്ടികളുള്ള സമയത്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണമല്ല. അപ്പോൾ കൂടുതൽ കുക്കിംഗ് ആകുമ്പോഴത്തേക്കും പിന്നെ കുട്ടികളുടെ കൂട്ടത്തിൽ കൂടാമെന്ന് വിചാരിക്കും. അത് അവർക്ക് ചെയ്യുന്നത് അങ്ങോട്ട് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യോട്ടെ. ഇപ്പോൾ ഏതായാലും എനിക്കിഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത്. പപ്പക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കറികളൊക്കെയാണ് ഇഷ്ടം. ഈ കൊത്തമര ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും സവാളയും കൂടി ചേർത്തിട്ട് അങ്ങോട്ട് വേവിക്കണേന് കേട്ടോ. പച്ചമുളകൊക്കെ ഞാൻ തേങ്ങയുടെ കൂട്ടത്തിൽ ഒന്നടിച്ചിട്ട് തോരൻ വെക്കാനാണല്ലോ, അപ്പോൾ ആ കൂട്ടത്തിൽ അടിച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ സവാള കുറച്ച് ഇട്ട കാര്യം ഇത് ഇത്തിരി കയ്പുള്ളത് കൊണ്ടാണ് സവാള ഇട്ട് കൊടുത്തേക്കണത് കേട്ടോ. എനിക്ക് ഈ സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുറച്ച് ദിവസം ഇങ്ങനെ അടുത്തടുത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് മടുക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ കാസ്റ്റേണിൻ്റെ പാത്രങ്ങൾ തന്നെ കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ്, കുറച്ച് ദിവസം അങ്ങനെ അടുത്ത് സ്റ്റീൽ എനിക്ക് പിന്നെ ഇഷ്ടപ്പെടില്ല. പിന്നെ അതിനെ മാറ്റിയിട്ട് വേറെ കാസ്റ്റേണിൻ്റെ പാത്രം എടുത്തുകൊണ്ട് വന്നാണ് കേട്ടോ. നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ 2-3 പാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എത്ര മടുപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് അതിൽ തന്നെ കുക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ പാത്രങ്ങൾ മേടിക്കുന്ന ഒരു ശീലം എനിക്കുമില്ലായിരുന്നു. പാത്രങ്ങൾ മേടിച്ച് തരാൻ പപ്പയ്ക്കും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കിച്ചണിൽ ഒട്ടും തന്നെ പാത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. വിരലിൽ എണ്ണാവുന്ന പാത്രങ്ങൾ. അത് മതി. സത്യത്തിൽ അതാണ് ഏറ്റവും നല്ലത്. ഒതുക്കി വെക്കാനും നമ്മളുടെ പൈസ നഷ്ടപ്പെടാതിരിക്കാനും സ്ഥലം ലാഭിക്കാനും ഒക്കെ അത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് നിങ്ങൾ പാത്രങ്ങൾ ഒരുപാട് മേടിച്ച് കൂട്ടരുത് കേട്ടോ. എനിക്ക് പാത്രങ്ങൾ ഇങ്ങനെ റിവ്യൂവിന് വേണ്ടി കിട്ടിയതുകൊണ്ടാണ് ഇത്രയും പാത്രങ്ങളായി പോയത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലെ തന്നെ 2-3 പാത്രം വെച്ചിട്ട് ജീവിക്കുള്ളായിരുന്നു കേട്ടോ. ഒരുപാട് പാത്രങ്ങൾ ഒട്ടും നല്ലതല്ല. ഇപ്പം എനിക്ക് വെറുതെ കിട്ടിയതുകൊണ്ട് ഇങ്ങനെ മാറ്റിയൊക്കെ യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് പാത്രങ്ങൾ മേടിക്കരുത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള 2-3 പാത്രങ്ങൾ ആലോചിച്ച് നോക്കി എന്തിനൊക്കെ ഇത് ഉപയോഗിക്കാം, ഒരു പാത്രം എത്ര കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം മേടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ കാണുന്ന പാത്രങ്ങളൊന്നും മേടിച്ച് കൂട്ടരുത്. മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത്, പ്രത്യേകിച്ച് ഇതുപോലെ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ 1-2 പാത്രങ്ങൾ മാത്രമൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത് കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് അത് എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ അടുക്കി പിടിക്കാതെ സ്മൂത്തായിട്ടൊക്കെ എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. കുറേ നാൾ നമ്മൾ മാറ്റി വെച്ചിട്ട് പിന്നെ എടുത്ത് ഉപയോഗിക്കുമ്പോഴൊക്കെയാണ് കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെ ഒട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ 2-3 പാത്രങ്ങൾ മാത്രം മതി. അപ്പോൾ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഒരുപാട് പാത്രങ്ങളില്ലാതെ ഉള്ളത് ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെന്ത ഇതിൻ്റെ അകത്തേക്ക് പച്ചമുളകും ചെറിയ ജീരകവും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് തേങ്ങ അടിച്ചിട്ട് ചേർത്ത് അപ്പോൾ ഒട്ടും തന്നെ വെള്ളം വെക്കാതെ ആയിരുന്നു കേട്ടോ വെച്ചിരുന്നത്. കാരണം കാസ്റ്റ് അയണിൽ ഒരിക്കലും മടിക്ക് പിടിക്കില്ല, വെള്ളം ഒട്ടും തന്നെ വേണ്ട പച്ചക്കറികൾക്കൊക്കെ. പക്ഷേ സ്റ്റീലിലാണെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഞാൻ ഒഴിക്കും, അത് എന്തായാലും അടുക്കി പിടിക്കും. സ്റ്റീലിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ, ഇതിൽ അങ്ങനെ ഒരിക്കലും അടുക്കി പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളമില്ലാതെ തന്നെ ഡ്രൈ ആയിട്ട് തന്നെ എടുത്തിട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ വെള്ളം തെളിച്ച് കൊടുക്കാം, ഇത്തിരി കൂടി ഒന്ന് സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ട് വെള്ളം തെളിച്ച് കൊടുക്കാം. അങ്ങനെ അത് വേവിച്ച് അത് മാറ്റിയതിന് ശേഷം താളിക്കാനുള്ള അതിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ താളിക്കലും കൂടി അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു. പിന്നെ അടുത്തത് ഉണക്കച്ചെമ്മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇത്തിരി ഓയിലിൽ തന്നെയാണ് ചെമ്മീൻ ഞാൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നത്. ചെമ്മീൻ കഴുകിയിട്ട് നനവോട് കൂടിയിട്ടാണ് വറുക്കാൻ വെച്ചേക്കണത് കേട്ടോ. അപ്പം നമ്മൾ ഈ ചെമ്മീൻ മൊത്തത്തിൽ ഇങ്ങനെ കിള്ളി എടുക്കൂലേ, അതെല്ലാം കൂടിയിട്ട് കഴുകി ഉപ്പ് പുരട്ടി വെയിലത്ത് വെച്ച് വീണ്ടും ഉണക്കിയിട്ട് അത് അങ്ങനെ സ്റ്റോർ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഓട് വറുത്ത് വെക്കുമെന്ന് പറയില്ലേ, അതായത് എണ്ണയൊന്നും ഇടാതെ ചുമ്മാ ഈ ചെമ്മീനിങ്ങനെ വറുത്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ അടച്ചു വെക്കും. അപ്പം നല്ല ഒടിഞ്ഞൊടിഞ്ഞ് നല്ല ക്രിസ്പായിട്ടിരിക്കുന്ന രീതിയിലായിരിക്കുള്ളൂ എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ അടച്ചു വെക്കുന്നത്. പിന്നീട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഈ സംഭവം എടുത്ത് വറുത്ത് ഉപയോഗിക്കാം. ഇതുപോലെ സവാളയ ചെറിയ ഉള്ളിയാണ് കൂടുതൽ നല്ലത്. ഇത്തിരി വേപ്പിലയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഓട് വറുത്ത
ചെമ്മീനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് ചെമ്മീൻ വറുത്തതാക്കിയെടുക്കുക. ഇതിപ്പോൾ ഏതായാലും നനവ് ഉള്ളതുകൊണ്ട് കുറച്ച് നേരം പിടിക്കും നമ്മൾ വറുത്തെടുക്കുമ്പോഴേ. അപ്പോൾ മറ്റേത് പണ്ടൊക്കെ ആളുകൾ അങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്, ഈ ഓട് വറുത്ത് വെക്കും. ഈ തേങ്ങ ഇങ്ങനെ 3 കഷ്ണമായിട്ട് പൊട്ടിപ്പോയാലേ പിന്നെ ഇത് ചിരണ്ടുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് കയറും ചിരവേണ നാക്ക്. അതുകൊണ്ട് ഞാനിങ്ങനെ കൊത്തിയെടുത്തിട്ട് മാറ്റണേണ്. എനിക്ക് മിക്സിയിലിട്ടിട്ട് ഈ കൊത്തിയെടുത്തത് അടിക്കണത് ഇഷ്ടമല്ല കേട്ടോ. അത് നിങ്ങളും ശ്രദ്ധിക്കണം. മിക്സി നാശമാകുന്നൊരു കാര്യമാണ് ഈ കൊത്തിയെടുത്ത തേങ്ങ മിക്സിയിലിട്ട് അടിക്കണത്. ആദ്യം ഒക്കെ കുഴപ്പമുണ്ടാവില്ല. അല്ലെന്ന് അത് പല തവണ കഴിയുമ്പോൾ മിക്സി പെട്ടെന്ന് തന്നെ കേടാവും. എൻ്റെ 2 മിക്സിയും കേടായത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഹെവി ആയിട്ടുള്ള ജോലി മിക്സിക്ക് കൊടുക്കരുത്. എപ്പോഴും മിക്സിക്ക് നമ്മൾ ഏറ്റവും പണി കുറച്ച് കൊടുക്കുക, എന്നാലേ ആ മിക്സി ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ 2 മിക്സി, സുജാത മിക്സി എന്താ അടിപൊളി മിക്സി ആയിരുന്നു, അതൊക്കെ ഞാൻ നശിപ്പിച്ചെന്ന് വേണം പറയാൻ. അത് കഴിഞ്ഞ് മേടിച്ച മിക്സി, അതിന് മുൻപ് സുമിത്തായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതെല്ലാം ഞാൻ എൻ്റെ അറിവുകേട് കൊണ്ട് നശിപ്പിച്ച മിക്സിയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനത് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ അത് ഞാൻ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെയുള്ള പണികളൊന്നും മിക്സിക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ്. അത് തുമ്പിനെ കൊണ്ട് കല്ലടിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് അവർ പറഞ്ഞു. കാരണം മിക്സിക്കൊരു കപ്പാസിറ്റി ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ മിക്സിമേൽ ഇങ്ങനത്തെ പണികൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പണികൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങളൊന്നും മിക്സി നിൽക്കില്ല, പെട്ടെന്ന് തന്നെ പോകും എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കൊത്തൊന്നും മിക്സിയിലിട്ടിട്ട് അടിക്കാറില്ല കേട്ടോ. അപ്പം നിങ്ങളും അത് ശ്രദ്ധിക്കണം. സംഗതി അടിച്ച് വരും, പക്ഷെ അത് മിക്സി തകർന്നുകൊണ്ടിരിക്കണമെന്ന് മനസ്സിലാക്കുക എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് തൈര്, ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ഞാനൊന്ന് കട്ട മാറ്റിയിട്ട് പിന്നെ ആ തൈരിൻ്റെ ആ വെള്ളം കുറച്ച് ഒന്നൊഴിച്ചൊന്ന് ലൂസാക്കി. പച്ചമുളകും ഇഞ്ചിയും ചെറിയുള്ളിയും കൂടി ചതച്ചതും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ചതച്ചിടുമ്പോൾ. നമ്മൾ അരിഞ്ഞിടുന്ന പോലെയല്ല ചതച്ചിടുന്നത്, നല്ല നീരിറങ്ങും ചതക്കുമ്പോൾ, അതാണ് വ്യത്യാസം. അരിയുമ്പോൾ നീരത് ഇറങ്ങി വരുന്നില്ല, ചതക്കുമ്പോൾ നല്ല വെള്ളം പോലെ ഇരിക്കൂലേ, അതാണ് നല്ല ടേസ്റ്റ്. അങ്ങനെ അതിനെ കുറച്ച് നേരം മൂടി വെക്കണം കേട്ടോ അവിടെ. അപ്പോഴാണ് ആ തൈരുമായിട്ട് അതിൻ്റെ രുചി ഇങ്ങോട്ട് വരണത്. ഇതാണപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി കേട്ടോ. എനിക്ക് ഈ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം ഇനി പാത്രങ്ങളിലേക്ക് മാറ്റണം. ഈ കാസ്റ്റ് അയൺ പാത്രങ്ങളിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ആ കറുത്ത ഒരു കളറ് വരും. തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇരുമ്പ് പാത്രങ്ങളിൽ കറ ഇളകി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മാറ്റണം. കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചൂടായിട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെ കളർ ചേഞ്ചൊന്നും വരില്ല. നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട അയണും ചേർന്നിട്ടാണ് കുക്ക് ചെയ്ത് വരുന്നതല്ല. പക്ഷേ അതിൽ തണുത്ത് കഴിയുമ്പോഴത്തേക്കും തുരുമ്പ് അല്ലെന്നുണ്ടെങ്കിൽ ആ കറ ഇളകി വരും. അപ്പോൾ അത് നോക്കണം. പിന്നെ ഞാൻ ഇത് പൈനാപ്പിളും കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടാണ് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് പൈനാപ്പിൾ കഴിക്കരുത്. ഓരോ ദിവസം ഒരു 3-4 പീസ്, അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. കാരണം ഇത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈൽസ് രോഗികൾക്കൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കി വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ചൂട് കൂടിയ സാധനങ്ങളാണ് പൈനാപ്പിളെല്ലാം. ആ കറികളെല്ലാം സെറ്റാക്കി പിന്നെ നമ്മുടെ അച്ചാറും കൂടി എടുത്തു വെച്ചിട്ട്, അച്ചാർ നല്ല അടിപൊളിയായിട്ടിരിക്കണേ, നല്ല സ്മെല്ലും ഇത് പൂപ്പലൊന്നും പിടിക്കാതെ നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കണത് കേട്ടോ. അപ്പോൾ അച്ചാർ ഉണ്ടാക്കിയിട്ട് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻസിൽ ഞാൻ കണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഞാൻ ഏതായാലും ഇന്ന് എന്തെങ്കിലും പപ്പയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ച്. പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പലഹാരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വിചാരിച്ച് നിർബന്ധമൊന്നുമില്ല. ചെയ്യട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചില്ല. ഏതായാലും ഇത്തിരി കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കൊഴുക്കട്ടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനങ്ങനെ കഴിക്കാറുമില്ല. അതുകൊണ്ട് പപ്പയ്ക്ക് വേണ്ടി മാത്രം ഒരു 3/4 കപ്പ് അരിപ്പൊടി മാത്രം എടുത്തേക്കണം കേട്ടോ. 1 കപ്പ് അരിപ്പൊടി എടുക്കണമെങ്കിൽ ഒരു 6 കൊഴുക്കട്ട കിട്ടും കേട്ടോ. ഇത് 5 അല്ലെങ്കിൽ 6 കൊഴുക്കട്ട. എൻ്റെ കൊഴുക്കട്ട ഇത്തിരി ചെറുതായതുകൊണ്ട് ഞാൻ 5 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടൻ ചായ ഞാൻ വേഗം അങ്ങോട്ട് കൊടുത്തിട്ടാ. കട്ടൻ ചായ എപ്പോഴും നേരത്തെ ഇവിടെ കഴിക്കും. എല്ലാം കൂടി ഒന്നിച്ചങ്ങനെ കൊടുക്കണമെന്നില്ല. പലഹാരം പിന്നീട് കൊടുത്താൽ മതി. അപ്പോൾ തേങ്ങയും ശർക്കര ഉരുക്കിയതും ഒക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ലാസ്റ്റ് ശർക്കര ഉരുക്കിയതായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ പാച്ചോറ് വെച്ചില്ലേ, അപ്പോൾ അതിൽ കുറച്ച് ശർക്കര ഉരുക്കിയതെടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഉണ്ടായിരുന്നത് അങ്ങനെ തീർത്തെടുത്തതാണ് ഞാൻ. ആ 2-3 ഏലക്കായും എടുത്ത് അതൊന്ന് പൊടിച്ചിട്ട് ഇത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടി കയ്യിലുണ്ടായതുകൊണ്ട് അതും കൂടി ഇട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഏലക്കയുടെ ഒപ്പം ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് പൊടിക്കുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേഗം കഴിയും കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് വറ്റുന്നതിന് മുമ്പേ തീ ഓഫ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഒന്നും കൂടി കല്ല് പോലെ ആയി പോകും. അപ്പോൾ അതൊക്കെ തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഈ അരിപ്പൊടിയിൽ വെള്ളവും ഇത്തിരി എണ്ണയും അല്ലെങ്കിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം. എൻ്റെ കയ്യിൽ നെയ്യില്ല ഇപ്പം. അപ്പോൾ എണ്ണയും കൂടി ചേർത്തിട്ട് നമ്മളത് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചൂടിലിരുന്ന് വേകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ചൂടാകുമ്പോഴേക്കും അതിനകത്തു നിന്നെടുത്ത് ഷേപ്പ് ചെയ്തിട്ട് ഫില്ലിങ്ങും വെച്ചിട്ട് മൊത്തത്തിൽ അതിൻ്റെ വായ ഭാഗം ഒന്ന് കൂട്ടി ഒന്ന് പിടിച്ചാൽ മതി. അപ്പോഴേക്കും അത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചേർന്ന് വന്നോളൂ കേട്ടോ. വായ ഭാഗം ഇങ്ങനെ ഒന്നിച്ച് കൂട്ടി പിടിച്ചിട്ട് അങ്ങോട്ട് അമർത്തുക. അപ്പോൾ ചില പൊട്ടലുകളൊക്കെ താഴെ വന്ന്, ഞാനിപ്പോൾ ഈ അരിപ്പൊടിയുടെ ഭയങ്കര തിന്നായിട്ടുള്ള ഒരു ഇതിലെടുത്തുകൊണ്ടാണ് ആ പൊട്ടൽ വന്നത്. അപ്പോൾ ഒരു പീസൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ആകെ പാടി 5 ഇത്രയേ ഉള്ളൂ. പപ്പക്ക് മാത്രം, ഞാൻ ഒരെണ്ണം പോലും കഴിച്ചില്ല. എനിക്ക് താല്പര്യമില്ല ഇത് കഴിക്കാനായിട്ടും. നെഞ്ചരിച്ചിലൊക്കെ വരും ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ശർക്കരയുടെ സംഭവങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് നെഞ്ചരിച്ചിലൊക്കെ വരും. വലിയ പ്രോബ്ലം ഒന്നുമില്ല എങ്കിൽ തന്നെയും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. എനിക്കിഷ്ടമുള്ള സാധനമാണെങ്കിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമല്ലേ. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ ശർക്കര വെച്ചിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ വെറുതെ എന്തിനാ ഇഷ്ടമില്ലാത്ത സാധനം കഴിച്ച് വെറുതെ നെഞ്ചരിച്ചിൽ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് കഴിക്കാറില്ല. പക്ഷേ ശർക്കരയിട്ട പരിപ്പ് പായസമൊക്കെ ഞാൻ കഴിക്കും കേട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിക്കും. അങ്ങനെ ഞാൻ അതെടുത്ത് മൂടി വെച്ച് തണുക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊട്ടയൊക്കെ ഇട്ട് മൂടി വെച്ച് പപ്പടം എടുത്ത് തണുത്ത് കഴിയുമ്പോൾ കഴിക്കാൻ പറഞ്ഞ് അങ്ങനെ വെച്ചിട്ട് ഞാൻ പിന്നെ എൻ്റെ ജോലിയിലേക്ക് പോകുന്നിട്ടാ. ഞാൻ തുണി മടക്കാനുള്ളതൊക്കെ മടക്കി. നേരത്തേക്ക് എന്തോരം തുണികളാണ് എല്ലാ ദിവസവും മടക്കണത്. ഇപ്പോൾ ഒരു ആഴ്ചയിൽ 2 അലക്ക് മാത്രമേ ഉള്ളൂ എനിക്ക്. ഞാൻ ഇന്ന് മുകളിലേക്ക് വന്നതാണ് കേട്ടോ, ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ടേ. കാരണം നമ്മുടെ വർക്കൗട്ടിൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ വെച്ചേക്കുന്നതൊക്കെ ഒന്ന് എടുത്തു വെക്കണം. 1-ാം തീയതി വർക്കൗട്ട് ക്ലാസ് തുടങ്ങുമല്ല, അപ്പോൾ അതിൻ്റെ ഡ്രസ്സുകൾ എടുത്തു വെക്കണം. പിന്നെ ഷൂസൊക്കെ എവിടെയാണെന്ന് നോക്കിയെടുക്കണം, അത് എവിടെയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മാറ്റ് ഉണ്ട്, പിന്നെ 2-3 സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതെല്ലാം നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അതേ മോളിൽ വന്ന് നിൽക്കണേണ്. അപ്പോൾ അവിടെ ഗ്രൗണ്ടിൽ ഡ്രൈവിങ് പഠിക്കുന്നതാണ് കുറേ ആളുകൾ. അപ്പോൾ അതൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും എൻ്റെ ജോലിയിലേക്ക് കിടക്കട്ടെ, ഞാൻ നോക്കട്ടെ ഒന്ന്. ഡ്രസ്സുകളൊക്കെ ഞാൻ നിന്ന നിപ്പിലങ്ങോട്ട് മാറ്റിക്കളയേ, എവിടെയൊക്കെയോ കൊണ്ടുപോയി വെക്ക്, പിന്നെ മറന്നു, ഭയങ്കര മറവിയ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് തപ്പിയെടുക്കട്ടെ കേട്ടോ. ഇവിടെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. റോജറിൻ്റെ മുറി, റോജർ ഇല്ലാത്ത കാണുമ്പോൾ ഒരു വിഷമമാണല്ലേ. ഇപ്പം പിന്നെ 1 മാസം കഴിഞ്ഞല്ല, അതുകൊണ്ട് പിന്നെ അതൊക്കെ ഒരുവിധം യൂസ്ഡ് ആയി കഴിഞ്ഞ്. ഇതിൻ്റെ അകത്ത് അന്നാ തോന്നുന്നത്, നോക്കണം. ഇതിൻ്റെ അകത്ത് തന്നെ ആകാനാണ് സാധ്യത. നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഇവിടെ ഇല്ല സാധനം, അവിടെ ഇല്ല. ഇനി വേറെ സ്ഥലത്ത് ചെന്ന് നോക്കാം, അപ്പുറത്തെ മരിച്ചെന്ന് നോക്കാം. ഞാനെടുത്ത് വെച്ചതാണ്, പക്ഷെ ഇപ്പം വീണ്ടും മറന്നേക്കണേ. ഭയങ്കര മറവിയാണ്. മറവി കൊണ്ട് ഒരുപാട് സാധനങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അത് വന്നാ ചൂടാണ് കഥ. ഡ്രസ്സ് നോക്കിയെടുത്തിട്ട് കിട്ടിയതേ ഇല്ല കേട്ടോ. ഇനി അത് എവിടെയാണെന്ന് എനിക്ക് മടിയാണ് നോക്കിയെടുക്കാൻ. റയനുണ്ടെങ്കിൽ നോക്കിത്തരും. ഞാൻ ഇന്നലെ ഒരു സ്ക്വയർ കാണിച്ചില്ലേ, നമ്മുടെ ഗ്രില്ലിന്റെ കൂട്ടത്തിലുള്ള സ്ക്വയർ, ആ സ്ക്വയർ കാണാതെ കുറേ നടന്ന് അവസാനം ഞാൻ വോയിസ് ഇട്ട് റയനെ ആ സ്ക്വയർ എവിടെയാണെന്ന് ചോദിച്ചു. റയൻ കറക്റ്റായിട്ട് പറഞ്ഞു ഇന്ന സ്ഥലത്തിൽ ഇവിടെ. ഞാൻ കിച്ചൺ കബേഡിന്റെ മുകളിലൊക്കെ കംപ്ലീറ്റ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ കയറിയൊക്കെ നോക്കി. കാരണം പപ്പ നോക്കിയാൽ ചിലത് മുന്നിലിരുന്നാൽ പോലും പുള്ളി കാണൂല. അതുകൊണ്ട് ഞാൻ തന്നെ കിച്ചൺ കബേഡിന്റെ മുകളിൽ കയറി എല്ലാം നോക്കിയിട്ടാ, പക്ഷെ കിട്ടിയില്ല. അത് കഴിഞ്ഞ് റയൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും റയൻ എനിക്ക് പറഞ്ഞു തന്നു, അത് സ്റ്റഡി ടേബിളിന്റെ അകത്തുണ്ട്, റോജന്റെ റൂമിലുള്ളതെന്ന് പറഞ്ഞു.
അത് മറുപടി വരാനായിട്ട് കുറെ താമസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പപ്പ അത് നേരത്തെ എന്തോ അവിടെ കണ്ടൊരു ഓർമ്മ ഉണ്ടെന്ന് പപ്പ അതിന് മുന്നേ തന്നെ ഇവന്റെ മറുപടി പറഞ്ഞതിന് മുൻപേ തന്നെ ചെന്ന് നോക്കിയിട്ട് അതെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ റയൻ കറക്റ്റായിട്ട് അത് പറഞ്ഞു തന്നു അവിടെ ഉണ്ടെന്നുള്ളത്. അപ്പൊ എന്റെ ഡ്രസ്സ് കിട്ടിയില്ല കേട്ടോ. മറവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മറവിയാണ്. ഡ്രസ്സ് മറന്നു പോയിട്ട് ഒരു സ്ഥലത്ത് നിന്നെടുത്ത് വീണ്ടും കണ്ടുപിടിച്ച് വെച്ചതായിരുന്നു കുറച്ച് നാൾ മുൻപ് വർക്കൗട്ട് ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെയും വർക്കൗട്ട് പിന്നെയും കയറാൻ പറ്റാതെ എനിക്ക് തിരക്കായിരുന്നു റോജറൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ ആ ഡ്രസ്സ് ഞാൻ രണ്ടാമത് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് വെച്ചതാ. ഇപ്പൊ അത് രണ്ടാമത് എടുത്തു വെച്ചേക്കുന്ന സ്ഥലം ഇപ്പൊ മറന്നു പോയേക്കണേ. ഇനി അത് നോക്കിയെടുക്കണമെങ്കിൽ ഒന്നാമത് ചൂടായതുകൊണ്ടേ നമുക്ക് ഭയങ്കരമായിട്ട് വേർക്കും നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കുമ്പോഴേ. ഇനിയിപ്പോൾ അത് കണ്ടുപിടിക്കട്ടെ, പോയിട്ട് താഴെ ഒന്ന് നോക്കാം. ഏതായാലും മുകളിലുള്ള 3 അലമാരിയിൽ നോക്കി, 3 അലമാരിയിലും ഇല്ല. പിന്നെ കിട്ടിയ സാധനങ്ങളാണ് ഇതേ വടി. ഈ ഒരു വടി വെച്ചിട്ട് നമ്മൾ കുറച്ച് എക്സസൈസുകൾ ചെയ്യുമല്ലോ. അപ്പോൾ ആ വടിയുണ്ട്, വടി കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ്, ഷൂസ് കിട്ടി. ഷൂസ് എവിടെ വെച്ചത് അത് നോക്കിയപ്പോൾ തന്നെ കിട്ടി. പിന്നെ ഡമ്പലും കാണാതെ കുറച്ച് നോക്കിയിട്ടാണ് കിട്ടിയത്. അപ്പൊ ഡമ്പല് കിട്ടിയിട്ടുണ്ട്. പിന്നെ മാറ്റ് കാണുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സ് മാത്രമേ കിട്ടിയാൽ മതി. ഇനി ഞാൻ ഏതായാലും താഴെ പോയിട്ട് ഡ്രസ്സ് ഒന്ന് തപ്പി നോക്കട്ടെ. ഇത്രയും സാധനങ്ങൾ ഭയങ്കര ഇവിടെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയാൽ ഭയങ്കര ചൂടായിരിക്കുള്ളൂ. മുകളിൽ നിന്നിട്ടാണ് എക്സസൈസ് ചെയ്യണം. കാരണം മുകളിൽ ഇത്തിരി സ്ഥലമുള്ളു. താഴത്തൊക്കെ നമുക്ക് നിറയെ ഇപ്പോൾ മുകളിലുള്ള സ്ഥലം പോയി കിടക്കുന്നതാണ്. കാരണം നമ്മൾ നേരത്തെ ഹാളിലൊന്നും ഇട്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ താഴത്തെ പഴയ സെറ്റുകൾ തൊട്ട് മുകളിലിട്ടില്ലേ. അപ്പൊ അവിടെയും അസൗകര്യമായി കഴിഞ്ഞ്. എങ്കിലും അതൊന്ന് ഒതുക്കിയിട്ടിട്ട് വേണം ദിവസവും ഇനി എക്സസൈസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യൂട്ടാ. നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. ഏതായാലും ഞാൻ ജോയിൻ ചെയ്യാൻ പോണേണ്. ഇനി എനിക്ക് ഒരുപാട് സമയമുണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെന്നുണ്ടെങ്കിൽ റോജറൊക്കെ ഉള്ള സമയത്ത് എനിക്ക് രാത്രി ആയാലും കിച്ചണിൽ നിന്ന് കയറാൻ പറ്റില്ല. അപ്പൊ 7 മണിക്കായിരിക്കുള്ളൂ ക്ലാസ്. അപ്പൊ ഈ 7 മണിക്ക് കയറില്ല എനിക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ വന്നിട്ട് 8 മണിയാവും. 7 മുതൽ 8 മണി വരെ കഴിഞ്ഞിട്ട് 7 മണിക്കല്ല 6:30 ആയിരുന്നു തോന്നണം. ഞാൻ മറന്നുപോയിട്ട് 6:30 ആയിരുന്നു തോന്നണം. 6:30 മുതൽ 8 മണി വരെ തോന്നുന്നുണ്ട്. ഇപ്പൊ ശരിക്കും സമയം മറന്നുപോയിട്ടാ. അപ്പൊ ഞാൻ ഫോൺ നമ്പർ അതൊക്കെ ജോഹത്തിനോട് ചോദിച്ചത് അല്ല സന്ധ്യ സമയത്താണ്. അപ്പോൾ എനിക്ക് പിന്നെ ഓടി വന്നിട്ട് പ്രാർത്ഥന ചെല്ലണം, അങ്ങനെയൊക്കെയുള്ള കുറെ പണിയുണ്ടായിരുന്നു. പിന്നെ റോജന് ചപ്പാത്തി ഉണ്ടാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് ചേരാതിരുന്നതാണ്. ഇപ്പൊ ഏതായാലും എനിക്ക് പറ്റിയ സമയമാണ് വന്നേക്കണത്. അതുകൊണ്ട് ചേരാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ആവശ്യക്കാര് ജ്യോതിനെ വിളിച്ചോട്ടാ. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ജ്യോതി പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ പപ്പ റൂബിനെ മുകളിലേക്ക് കൊണ്ടുവന്ന് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞാൻ റൂബിയും കൂടി ഒന്ന് ഇവിടേക്ക് ഒന്ന് നിന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി ഡ്രസ്സ് തപ്പിയെടുക്കണമല്ലോ, അതൊരു പണി കിടക്കണം. അങ്ങനെ താഴേക്ക് പോയിട്ടാ അവസാനം ഡ്രസ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെ ഇതാണ് എൻ്റെ ഈ ഒരു ബ്രാൻഡ്. ഈ ഒരു ഇത് തന്നെയാണ് ഈ ബ്ലാക്ക് കൊടുത്തേക്കണത്. രണ്ടിൻ്റെ ഓരോ പെയർ, ബ്ലാക്കും ഇതൊരു മെറൂണും. രണ്ട് സെപ്പറേറ്റ് എടുക്കുന്നതാണ് കേട്ടോ. ഇത് ജോഡിയായിട്ട് തന്നെയല്ല, കളർ ചേഞ്ച് ഉണ്ട്. ഇത് ഡാർക്ക് കളർ ലൈറ്റ് കളറാണ്. ഇതും ഒരു വേറൊരു ഗ്രേ പോലത്തെ ഷെയ്ഡാണ്. അത് നല്ല ബ്ലാക്കുമാണ്. ഇതാണ് 2 പെയർ ജിമ്മിൻ്റെ ഡ്രസ്സ്. അപ്പം ഇനി നമ്മൾക്ക് 1-ാം തീയതി തൊട്ട് കാണാം കേട്ടോ. ജ്യോതിക്ക് സർജറി കഴിഞ്ഞുകൊണ്ട് കഴിഞ്ഞ മാസം ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ മാസം ഞാൻ ജനുവരി 1-ാം ഫസ്റ്റ് തന്നെ, അതായത് ജനുവരി സ്റ്റാർട്ട് ചെയ്യാം, വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നിന്നതാണ്. പക്ഷെ പെട്ടെന്നാണ് ജ്യോതിക്ക് ഇങ്ങനെ അസുഖം വന്നതും സർജറി കഴിഞ്ഞതും. അപ്പോൾ പിന്നെ കഴിഞ്ഞ ജനുവരിയിൽ ഒരു ക്ലാസ് പോലും ഉണ്ടായിട്ടില്ല. ഡിസംബറിൽ ക്ലാസ് തീർന്നു. നമ്മൾ കേക്കിലിടാൻ മേടിച്ച ഫിഗില്ലേ, ഫ്രിഡ്ജിൽ ഇത്രയും ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ കാണാതെ ഇരുന്ന് വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിൽ ഓരോന്ന് തപ്പിയപ്പോഴാണ് ഈ സാധനം കിട്ടിയത്. അന്ന് പിന്നെ ഇതെടുത്തിട്ട് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിട്ട് രാവിലെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കണേണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ ഇത്രയും നാൾ ഒരു 2-3 മാസം 3 മാസത്തോളമായിട്ട് ഇരിക്കണല്ലേ. അപ്പോൾ അത് നല്ല ഹാർഡായിട്ട് ഒട്ടി പിടിച്ചിരിക്കണേ കേട്ടോ. അപ്പോൾ അങ്ങനെ കത്തി എടുത്തിട്ടൊക്കെ എടുക്കണേണ് ഞാൻ. നല്ലെന്നുണ്ടെങ്കിൽ ഇത് കൈ കൊണ്ട് എടുത്താൽ പെട്ടെന്ന് തന്നെ വിട്ടു പോരും കേട്ടോ. അപ്പോൾ ഈ ഫിഗിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്.
നമുക്ക് ഈ ഡൈജഷൻ ഈ ദഹനത്തിനൊക്കെ നല്ലതാണ്. രാത്രി ഇത് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാവില്ലേ, നമ്മുടെ ഇൻഫ്ലമേഷൻ എന്ന് പറയില്ല, ആ സംഭവമൊക്കെ മാറാനും പിന്നെ ക്യാൻസറിനൊക്കെ നല്ലതെന്ന് പറയുന്നുണ്ട്. ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിത് ഇരുന്നേച്ചത് കൊണ്ട് ഞാൻ എടുത്താണ്. ഭയങ്കര മധുരമാണ്, എനിക്കിതിൻ്റെ മധുരം ഒട്ടും ഇഷ്ടമല്ല, ഭയങ്കര മധുരമാണ് ഈ സാധനത്തിന്. അപ്പോൾ രാവിലെയാണ് കേട്ടോ, രാവിലെ ഞാനൊന്ന് കാണിച്ചു തന്നതാണ് ഇങ്ങനെ ഇരിക്കണത്. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടല്ലേ ഇരിക്കണം. അപ്പോൾ ഇതിങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ന്യൂട്രിയൻസ് ശരിക്കും ഇത് അബ്സർവ് ചെയ്യുമെന്നാണ് പറഞ്ഞത്, വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി കഴിക്കുമ്പോൾ. കേക്കിൽ ഇതിട്ടപ്പോഴും റമ്മിൽ കുതിർത്തിട്ടാണല്ലോ നമ്മളിത് എടുത്തത്. പിന്നെ ഇത് ഇങ്ങനെ സോഫ്റ്റായിട്ട് കഴിക്കാനാണ് എളുപ്പം, മറ്റേത് ഇത്തിരി ഹാർഡല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് നല്ലത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് സീഡ്സ് ഉണ്ട്. ഈ സ്ട്രോബെറി മേൽ കുറേ കറുപ്പ് കളറുള്ള സീഡ്സ് ഉണ്ടാവില്ലേ, അതിങ്ങനെ കടിക്കുമ്പോഴത്തേക്കും നല്ല കരകരാന്നിരിക്കൂലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ സീഡ്. ഇങ്ങനെ വെള്ളത്തിലിരിക്കുന്നത് കൊണ്ട് ഭയങ്കര സോഫ്റ്റാണെന്ന് ഓർക്കരുത്, ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല പൊട്ടി പൊട്ടിയിരിക്കും. നല്ല രസമാണ് അത് കഴിക്കാനായിട്ട്. പിന്നെ അത് ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളവും കൂടി കുടിക്കണം കേട്ടോ. അപ്പോൾ നല്ല വെള്ളത്തിൽ തന്നെ കുതിർത്ത് വെക്കണം. പിന്നെ നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്